കഥ തുടങ്ങുന്നതിന് മുന്നേ രണ്ടു വാക്ക് പറയട്ടെ. ഇന്നലെ നിങ്ങളൊക്കെ തന്ന സപ്പോർട്ട് ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് കഥ എഴുതുവാനും ചാനലിൽ അവതരിപ്പിക്കാനും ഒക്കെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിരുന്നു കേട്ടോ. മനുഷ്യരല്ലേ, എപ്പോഴും ഒരേപോലെ ആകണമെന്നില്ല. അതൊക്കെ അതിജീവിച്ച് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, മക്കൾ, എല്ലാത്തിലും ഉപരി എൻ്റെ വായനക്കാരായ സുഹൃത്തുക്കൾ, തീർച്ചയായും നിങ്ങൾ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ തുടരുന്നു. കോഫിയും സ്നാക്സും ഒക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അടിപൊളി കോഫിയുടെ മണമാണ് അന്തരീക്ഷത്തിൽ ആകെ പടർന്നിരിക്കുന്നത്. ദക്ഷയും രുദ്രനും കൂടി വെയിറ്റർ കാണിച്ചു കൊടുത്ത സ്പേസിലേക്ക് പോയിരുന്നു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദക്ഷ? അവൾ ഇരിക്കുന്ന കണ്ടതും രുദ്രന് ഒരു ഭയം പോലെ. ഏയ്, കുഴപ്പമൊന്നുമില്ല. കുറേ ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കിടപ്പല്ലായിരുന്നോ? അതിൻ്റെ ആണേട്ടാ. നീ ചാടി എഴുന്നേൽക്കൊന്നും ചെയ്യരുത്, സൂക്ഷിച്ചോണം കേട്ടോ. തലചുറ്റൽ വരുമോടി? ഇല്ല നീ, അതൊന്നും കുഴപ്പമില്ല. കോഫിയും ഉഴുന്നുവടയും ചട്നിയുമായിരുന്നു രുദ്രൻ ഓർഡർ കൊടുത്തത്. അവിടുത്തെ ഉഴുന്നുവടയും ചട്നിയുമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. താമസിയാതെ അവയൊക്കെ എത്തുകയും ചെയ്തു. ദക്ഷയ്ക്കാണെങ്കിൽ അതെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. വേദ ഇത്തിരി കഴിച്ചിട്ട് രുദ്രനെ നോക്കി പറഞ്ഞു, നിനക്കിഷ്ടപ്പെട്ടോ? പൊളി. അവൾ കണ്ണുകൊണ്ടും കൈകൊണ്ടുമൊക്കെ അവനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പതിയെ ഇരുന്ന് കഴിച്ചാൽ മതി, സ്പീഡിൽ കഴിക്കരുത് കേട്ടോ. അവൾ തലകുലുക്കി. ഒരു കോഫിയും കൂടി മേടിച്ച് തരട്ടെ എന്ന് രുദ്രൻ ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണ്. അങ്ങനെ ദക്ഷ കോഫിയും ഉഴുന്നുവടയും ഒക്കെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് രുദ്രനോടൊപ്പം വന്ന് വണ്ടിയിൽ കയറിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊന്നും പുറത്തുപോയി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ രുദ്രേട്ടാ. സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ അവൾ അവനെ നോക്കി പറഞ്ഞു. ഒന്നും മൂളിയതല്ലാതെ രുദ്രൻ മറുത്തൊന്നും അവളോട് ചോദിച്ചില്ല. എൻ്റെ ചെറുപ്പം മുതലേ അച്ഛനൊരു വല്ലാത്ത രീതിക്കാരനായിരുന്നു. അച്ഛൻ്റെ സ്വഭാവം മോശമായതുകൊണ്ട് അമ്മയെ പുറത്തേക്കൊന്നും അയക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലോ എന്നോർത്തായിരിക്കും. അഥവാ എന്തെങ്കിലും അറിഞ്ഞാലും ശരി, അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ അമ്മയുടെ കരണം തീർത്ത് കൊടുക്കും. അച്ഛൻ്റെ ഉപദ്രവങ്ങളെ ഭയന്ന് പിന്നീട് അമ്മ എന്തെങ്കിലും അറിഞ്ഞാലും അച്ഛനോട് ചോദിക്കാതെയായി. ഞാനും അമ്മയും ആ വീട് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞത്. ആകെ കൂടി വല്ലപ്പോഴും അമ്പലത്തിൽ പോകും. വിലാസിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതോ? അക്കാര്യത്തിൽ അച്ഛൻ ഡീസൻ്റ് ആയിരുന്നു. വിലാസിനി മാത്രം. അച്ഛൻ്റെ ഊണിലും ഉറക്കത്തിലും വിലാസിനി. പറയുകയും ദക്ഷ ചിരിച്ചു. അപ്പോൾ നിൻ്റെ അച്ഛൻ ഡീസൻ്റ് ആയിരുന്നല്ലേ? എന്തു മായാജാലം കാട്ടിയാണോ അവൾ എൻ്റെ അച്ഛനെ മയക്കിയെടുത്തത്. അതുപോലെ അവളുടെ മകനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. എന്നിട്ടെന്താ നീ വീഴാഞ്ഞത്? അതിനൊരു കാരണമുണ്ട് രുദ്രേട്ടാ. എന്താണെന്നറിയുവാൻ രുദ്രൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും ദക്ഷയെ ഒന്ന് മുഖം ചരിച്ചു നോക്കി. പറയണോ? പറയൂ. രാത്രി ആവട്ടെ, അപ്പോൾ പറയാം. അതെന്താ രാത്രി മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുണ്ടോ? അതൊരു സുഖമാണ്, അതുകൊണ്ടാ. കിണുങ്ങാതെ പറയടി, എന്താണ് കാര്യമെന്ന്. വീടെത്തി, ഇനി എപ്പോൾ പറയാനാണ്? ദക്ഷ പറഞ്ഞപ്പോഴാണ് രുദ്രനും വീടെത്തിയല്ലോ എന്ന് ചിന്തിക്കുന്നത്. പെണ്ണിൻ്റെ കുറുമ്പും കുസൃതിയും ഒക്കെ കേട്ടുകൊണ്ട് വണ്ടിയോടിച്ച് പോന്നതിനാൽ വീടെത്തിയ വിവരം പോലും രുദ്രൻ അറിഞ്ഞിരുന്നില്ല. ലക്ഷ്മിയമ്മയും പത്മാവതിയമ്മയും വല്യച്ഛനും വല്യമ്മയും ഒക്കെ ദക്ഷയേക്കാ തുമ്മറത്തിരിപ്പുണ്ട്. ഡോർ തുറന്നു കൊടുത്ത് അവളെ പിടിച്ചിറക്കിയത് ലക്ഷ്മിയായിരുന്നു. മോളെ, എങ്ങനെയുണ്ടിപ്പോൾ? എല്ലാം മാറി ലക്ഷ്മിയമ്മേ. പുഞ്ചിരിയോടെ അവൾ അവരോട് പറഞ്ഞു. എൻ്റെ കുട്ടിയുടെ ചിരിയൊന്ന് കണ്ടല്ലോ കൃഷ്ണ ഭഗവാനെ. ലക്ഷ്മി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. മോളുടെ എല്ലാ ദോഷങ്ങളും മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പത്മാവതിയമ്മ ആരതി ഒഴിഞ്ഞാണ് അവളെ അകത്തേക്ക് കയറ്റിയത്. പൂജാമുറി പോയി പ്രാർത്ഥിച്ച ശേഷം ദക്ഷയെ അവർ ഹോളിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. വല്യച്ഛനും ദക്ഷയുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വല്യമ്മ മാത്രം ഇത്തിരി അകലം പാലിച്ചാണ് നിൽക്കുന്നത്. എങ്കിലും ഇടയ്ക്കൊക്കെ അവളെ നോക്കുന്നുമുണ്ട്.
ആ സമയത്താണ് രുദ്രൻ അകത്തേക്ക് കയറി വന്നത്. ലക്ഷ്മിയമ്മ പൂജാമുറിയിൽ നിന്നും കാലത്തെ അമ്പലത്തിൽ നിന്ന് ലഭിച്ച ഇലച്ചീന്തിലെ പ്രസാദവുമായി ദക്ഷയുടെ അടുത്തേക്ക് വന്നു. മൃത്യുഞ്ജയം കഴിപ്പിച്ചതിൻ്റെ പ്രസാദമാണ് മോളെ, തിരുമേനി തന്നുവിട്ടതാ. മോളുടെ നെറ്റിയിൽ തൊട്ടുകൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. രുദ്രൻ മുടങ്ങാതെ തിരുമേനിയെക്കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും വഴിപാട് കഴിപ്പിക്കുന്നുണ്ട്. രുദ്രൻ കേൾക്കാനായി തന്നെയാണ് ലക്ഷ്മി അത് ദക്ഷയോട് പറഞ്ഞത്. അത് കേട്ടതും ദക്ഷ രുദ്രൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. യാതൊരു കൂസലുമില്ലാതെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിൽ അവൻ സെറ്റിയിലിരുന്നു കൊണ്ട് ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. ദക്ഷയ്ക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് നെഞ്ചിലേക്കൊരു വിങ്ങൽ പോലെ. ഈ മനുഷ്യൻ നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നല്ലോ എന്നത് അവളുടെ ഉള്ളിലിരുന്ന് ആരോ ചോദിക്കുന്നു. മക്കളിവിടെ ഇരിക്ക്, അമ്മ ചായ എടുക്കാട്ടോ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ എഴുന്നേറ്റു. പെട്ടെന്ന് രുദ്രൻ അവരെ തടഞ്ഞു. അമ്മേ, ഞങ്ങൾ കോഫി കുടിച്ചിട്ടാണ് വന്നത്, ഇനിയിപ്പോൾ ഒന്നും വേണ്ട. എങ്കിൽ മോള് പോയി കിടക്കട്ടെ അല്ലേ ലക്ഷ്മി? സർജറി കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ. വലിച്ചം പറഞ്ഞതും രുദ്രൻ എഴുന്നേറ്റു. 1.5 മാസത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്രയും മതിയോ? സാധാരണ സർജറിയൊക്കെ കഴിയുമ്പോൾ 3 മാസത്തേക്കാണ് റെസ്റ്റ്. രാധവല്യമ്മ രുദ്രനെ നോക്കി ചോദിച്ചു. ഇതത്രയും മതിയെന്നാണ് പറഞ്ഞത്. ഇനി ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടറോട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ചോദിക്കാം. അത് മതി മോനെ. വല്യച്ഛൻ പറഞ്ഞ പോലെ മോള് പോയി കിടന്നോളൂ കേട്ടോ. ഇത്രയും നേരം വണ്ടിയിലിരുന്ന് വന്നതല്ലേ. പത്മാവതി അമ്മ കൂടി പറഞ്ഞപ്പോൾ ദക്ഷ എഴുന്നേറ്റു. അപ്പോഴേക്കും രുദ്രൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. നിന്നോടിങ്ങനെ വേഗത്തിൽ ചാടി എഴുന്നേക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? തലചുറ്റൽ വരും ദക്ഷ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറിപ്പോകുന്ന രുദ്രനെ എല്ലാവരും അന്തിച്ചു നോക്കി നിന്നു. റൂമിലെത്തിയതും അമ്മ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയെ കൊണ്ട് ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ശരിക്കും ശ്വാസം വീണത് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. ദക്ഷ പുഞ്ചിരിയോടെ രുദ്രനെ നോക്കി പറഞ്ഞു. നീ കിടന്നോളൂ, അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല രുദ്രേട്ടാ. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണോ ദക്ഷ? പെട്ടെന്ന് അവന് ദേഷ്യം വന്നു. അപ്പോഴേക്കും പെണ്ണ് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മിഴികളുടെ തിളക്കം. അവനും ഒരു വേള അവളെ ഉറ്റുനോക്കി. പെട്ടെന്ന് ദക്ഷ അവനെ ഇറക്കി പുണർന്നു. ഞാനോർത്തു രുദ്രേട്ടനെ കാണാണ്ട് പോകേണ്ടി വരുമോന്ന്. എപ്പോൾ? സ്കൂളിൽ വെച്ച് തലചുറ്റലുണ്ടായപ്പോൾ പറയുകയും പെണ്ണൊന്ന് വിതുമ്പി. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലടി. ആ പട്ടതിരിപ്പാട് എൻ്റെ ജാതകത്തിൽ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഏട്ടാ? ദോഷമൊക്കെ ഒരു വശത്തിരുന്നോളും, നമ്മളങ്ങോട്ട് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. നീ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ആരോഗ്യമാണ്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്ക്. ഈ ഡ്രസ്സ് മാറിയിട്ട് കിടക്കാമല്ലേ? അവളത് പറയുകയും രുദ്രൻ ദക്ഷയിൽ നിന്നും അകന്നു മാറിയിട്ട് ഡോർ അടിച്ച് ക്ലോസ് ചെയ്തു. ഡോർ അടിച്ച് ലോക്ക് ചെയ്ത ശേഷം രുദ്രൻ വന്നിട്ട് ദക്ഷയ്ക്ക് മാറാനുള്ള ഡ്രസ്സ് കൊടുത്തു. ഇതിട്ടാ പോരെ? അവൻ ചോദിച്ചതും അവൾ മതിയെന്ന് തലയാട്ടി കാണിച്ചു. നിനക്ക് മേല് കഴുകണോ? കിടക്കും മുന്നേ മതി, ഇപ്പോൾ ഡ്രസ്സ് മാറ്റാം. അവൻ വന്നിട്ട് ദക്ഷയുടെ അരികിലായി ഇരുന്ന ശേഷം അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്താൻ തുടങ്ങി. വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. പെട്ടെന്ന് ദക്ഷ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് ചാടി എഴുന്നേക്കാൻ തുടങ്ങിയതും അവളുടെ മുറിവ് താങ്ങി. ആ രുദ്രേട്ടാ! അവൾ അറിയാതെ നിലവിളിച്ചു പോയി. പെട്ടെന്ന് രുദ്രനും പേടിയായി. ദക്ഷ, സൂക്ഷിച്ചു വേണ്ടേ പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് കിടക്കയിലേക്ക് ഇരുത്തി. അമ്മയെ വിളിക്കണമെന്ന് അവൻ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് ദക്ഷ മറുപടി പറഞ്ഞു. രുദ്രേട്ടനൊന്ന് ഇറങ്ങി നിൽക്കോ? അവൾ ചോദിച്ചതും രുദ്രൻ മുറിയിൽ നിന്നും ഇറങ്ങാനൊന്നും പോയില്ല. അവൻ ജനാലയുടെ അരികിൽ ചെന്ന് തിരിഞ്ഞു നിന്നു. ഹോസ്പിറ്റലിലാണെങ്കിലും നേഴ്സ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ അവളെ സഹായിക്കുമായിരുന്നു. രുദ്രൻ ഡ്രസ്സ് മാറ്റാനായി ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് മാക്സിമം അവൻ നേഴ്സിനെയാണ് വിളിച്ചത്. ദക്ഷ തനിയെ ടോപ്പ് ഊരി മാറ്റി. എന്നിട്ട് രുദ്രൻ എടുത്തു വെച്ചത് അവൾ തൻ്റെ ദേഹത്തേക്കിട്ടു. രുദ്രേട്ടാ,
പോരെ കേട്ടോ. ദക്ഷ വിളിച്ചതും അവൻ അവളുടെ അരികിലേക്ക് വന്നു. അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ. നീ എന്തിനാ വിഷമിക്കുന്നേ? രുദ്രൻ ചോദിച്ചതും ദക്ഷ തല താഴ്ത്തി. ഞാൻ നിന്റെ അരികിലിരുന്നെന്ന് കരുതിയോ? നിന്നെ ഈ ഡ്രസ്സ് മാറ്റാൻ സഹായിച്ചെന്ന് കരുതിയോ? എനിക്കോ നിനക്കോ യാതൊന്നും സംഭവിക്കില്ല കേട്ടോ. അവൻ ഗൗരവത്തിൽ പറഞ്ഞതും ദക്ഷ മുഖം കുനിച്ചുപടിയിരിക്കുകയാണ്. രുദ്രൻ വന്നിട്ട് ദക്ഷയുടെ മുഖം പിടിച്ച് മേൽപോട്ടുയർത്തി. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മുഖത്ത് നോക്ക് ദക്ഷ. രുദ്രൻ പറഞ്ഞതും ദക്ഷ അവനെ ഒന്ന് നോക്കി. ഞാൻ നിന്റെ ഭർത്താവാണ്. നിന്റെ ഈ വേഷമൊന്ന് മാറ്റിയെന്ന് കരുതിയോ? അല്ലെങ്കിൽ നിന്നെ ഒന്ന് കുളിപ്പിച്ചെന്ന് കരുതിയോ? എനിക്കോ നിനക്കോ ഒന്നും സംഭവിക്കില്ല. ഞാൻ നിന്റെ ശരീരം കണ്ടെന്ന് വെച്ച് എന്താണ് ഇത്ര കുഴപ്പം? അവൻ ചോദിച്ചതും ദക്ഷയ്ക്കാകെ കൂടി ഒരു ബുദ്ധിമുട്ട്. നീ വെറുതെ ടെൻഷനാവൊന്നും വേണ്ട കേട്ടല്ലോ. അവൾ തലയാട്ടി. എങ്കിൽ നീ റെസ്റ്റ് എടുത്തോളൂ. അവൻ ദക്ഷയെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. വയറിന് വല്ലാത്ത വേദന. അവൾ നെറ്റിച്ചൊളിച്ചു. അതെന്താ, ഞാൻ ഡോക്ടറെ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ഏട്ടാ. ദക്ഷ ശ്വാസം എടുത്തു വിട്ടു. രുദ്രൻ അപ്പോഴേക്കും ഫോണെടുത്ത് ഡോക്ടറുടെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു. ഹലോ ഡോക്ടർ, ഞാൻ രുദ്രനാരായണൻ, ദക്ഷയുടെ ഹസ്ബൻഡ്. ഓക്കെ, പറയൂ രുദ്രൻ, എന്തുപറ്റി? മാഡം, ദക്ഷയ്ക്ക് വയറിനൊരു വേദന പോലെ. ട്രാവൽ ചെയ്തു വന്നതുകൊണ്ടാണോ? ആയിരിക്കും, ഡോൺ വറി. രുദ്രൻ ഒരു കാര്യം ചെയ്യുക, മെഡിസിൻ തന്നതിൻ്റെ കൂടെ വയറുവേദന വരുമ്പോൾ കഴിക്കാനുള്ളതുണ്ട്. അതെടുത്ത് ദക്ഷയ്ക്ക് കൊടുത്താൽ മതി. ഡോക്ടർ ഏത് ഗുളികയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പേരും വിവരവും ഒക്കെ പറഞ്ഞു കൊടുത്തോ? ഓക്കെ ഡോക്ടർ, ഞാൻ കൊടുത്തോളാം, താങ്ക് യു. അവൻ ഫോൺ കട്ട് ചെയ്ത ശേഷം ദക്ഷയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ ബാഗ് തുറന്നു. ഡോക്ടർ പറഞ്ഞ ടാബ്ലറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഇനി കുറച്ച് സമയം താൻ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. രുദ്രൻ ലാപ്ടോപ്പ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദക്ഷ പതിയെ ഉറക്കത്തിലേക്കും വഴുതി വീണു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി മുകളിലേക്ക് കയറി വന്നു. രുദ്രൻ കണക്ക് നോക്കി ബെഡ്റൂമിൽ ഇരിപ്പുണ്ട്. ദക്ഷ നല്ല ഉറക്കത്തിലുമാണ്. മോനെ, എന്താ അമ്മേ? ദക്ഷമോള് നല്ല ഉറക്കത്തിലാണല്ലോ. അവൾക്കിവിടെ കയറി വന്നപ്പോൾ ഇത്തിരി പെയിൻ എടുത്തമ്മേ. ഞാൻ ദക്ഷയെ സർജറി ചെയ്ത് ഡോക്ടറെ വിളിച്ചു. വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ടാബ്ലറ്റിൻ്റെ പേര് പറഞ്ഞു തന്നു. അഥവാ പെയിൻ വരികയാണെങ്കിൽ ഈ ടാബ്ലറ്റ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഇന്ന് തന്നതായിരുന്നത്. കൊടുത്തപ്പോൾ അവൾ ഉറങ്ങിപ്പോയതാ. പാവം കുട്ടി. അവർ രുദ്രൻ്റെ അരികിലായി ഒരു കസേരയിലിരുന്നു. അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചത് ഇന്നാണ് കേട്ടോ മോനെ. എന്താണെന്നറിയാൻ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മോൾക്ക് വേണ്ടി നീ മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചല്ലോ. ഇതിനെ ചൊല്ലി നമ്മൾ ഇവിടെ എത്ര വട്ടം വഴക്ക് കൂടി. അപ്പോഴൊക്കെ ഞാൻ കരുതി നിനക്ക് താല്പര്യമില്ലെന്നാണ്. അമ്മയുടെ വാക്കുകൾക്ക് രുദ്രൻ മറുപടിയൊന്നും പറയാതിരുന്നു. പാവം, ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടും സങ്കടവും അനുഭവിച്ചാണ് ഈ കുട്ടി ഇവിടെ വരെ എത്തിയത്. അതൊക്കെ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഇവളോട് ബഹുമാനമാണ് മോനെ. എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് എൻ്റെ മോള് ജീവിച്ചത്. ലക്ഷ്മി ഒന്ന് നെടുവേർപ്പെട്ടു. ഞാൻ പോയ ശേഷം രാധവല്യമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? പെട്ടെന്ന് രുദ്രൻ ചോദിച്ചു. മോൾക്ക് വയ്യാണ്ട് കിടന്നപ്പോൾ അമ്മമ്മയോട് എന്തൊക്കെയോ പറഞ്ഞത്രേ. അല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ മോളിവിടെ ഇല്ലായിരുന്നല്ലോ. വല്യേടത്തി എത്ര വന്നാലും പഠിക്കില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നേരം കളയും. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിഷം കോരിയിടാൻ എടുത്തി കഴിഞ്ഞേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും ഓർത്തമ്മ വിഷമിക്കുകയും വേണ്ട. അത്രേ ഉള്ളൂ മോനെ. അവരോട് പോകാൻ പറയൂ. ഇങ്ങനൊരു സ്ത്രീയെ. അമ്മയും മകനും ഇത്തിരി നേരം സംസാരിച്ചു. ദക്ഷ എഴുന്നേൽക്കുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ ശേഷം ലക്ഷ്മി താഴേക്ക് ഇറങ്ങിപ്പോയി. നേരമൊപ്പം സന്ധ്യ മയങ്ങിയിരുന്നു. രുദ്രനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്ന ശേഷം പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. അവനുള്ളപ്പോൾ ആ കാര്യങ്ങളൊക്കെ രുദ്രൻ തന്നെയാണ് ചെയ്യുന്നത്. കൈ വയ്യാതിരുന്നതുകൊണ്ട് കുറേയായി നിലവിളക്കൊക്കെ കൊളുത്തിയിട്ട്. അതുകൊണ്ട് ഇന്ന് ആ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വല്ലാത്ത ആത്മനിർവൃതിയായിരുന്നു അവന് തോന്നിയത്. അച്ഛമ്മയും അമ്മയും ഇരുന്ന്
വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നുണ്ട്. രുദ്രനും അവരോടൊപ്പം ഇരുന്ന് അത് ചൊല്ലിത്തീർത്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം രുദ്രൻ മുറിയിൽ ചെന്നപ്പോൾ ദക്ഷയെ അവിടെ ഒന്നും കണ്ടില്ല. ദക്ഷ, അവൻ ഉച്ചത്തിൽ വിളിച്ചു. വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. അവൻ അവിടേക്ക് ചെന്നതും ഞെട്ടി വിറങ്ങലിച്ചു പോയി. ഡ്രസ്സ് മാറ്റിയ ശേഷം മേലെ കഴുകാൻ തുടങ്ങിയ ദക്ഷ ബോധരഹിതയായി നിലത്ത് കിടക്കുന്നു. തുടരും.